2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന ആകാംക്ഷയിലാണ് രാജ്യമുള്ളത്. ജനുവരി 22 നടക്കുന്ന രാം മന്ദിർ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനും 1-ാം തീയതി കണക്ക് അവതരണത്തിനും ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കുമെന്നതാണ് ഡൽഹി രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും വരുന്ന സൂചനകൾ. നിലവിലുള്ള ലോക്സഭയുടെ കാലാവധി ജൂൺ 16 അവസാനിക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാർച്ച് 10 പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ ഏപ്രിൽ 11 മുതൽ മെയ് 19 വരെ 7 ഘട്ടങ്ങളിലായാണ് ലോക്സഭയിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നിരുന്നത്. അതിനാൽ മാർച്ച് ആദ്യവാരം നിശ്ചയിച്ച പ്രകാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കുമെങ്കിലും അതിലും വളരെ വേഗത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വർഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്നതോടെ രാജ്യത്തുടനീളം BJPക്ക് അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുമെന്നതാണ് BJPയുടെ കണക്കുകൂട്ടൽ. രാമക്ഷേത്ര വിഷയത്തിൽ ജനങ്ങളുടെ ഹൃദയവും വോട്ടും കീഴടക്കാനാണ് BJP ഊന്നൽ നൽകിയത്. രാമക്ഷേത്രം രാഷ്ട്രീയമായി മുതലെടുക്കാനാണ് BJP ശ്രമിക്കുന്നത്. രാമക്ഷേത്രം എന്ന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് വോട്ടിന്റെ കാര്യത്തിൽ BJPക്ക് ഗുണം ചെയ്തേക്കുമെന്നും പറയുന്നുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തതിനു ശേഷം ഉടൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നതാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം ഫെബ്രുവരി 1 അക്കൗണ്ടുകളുടെ ഗ്രാൻഡ് ലോക്സഭയിൽ അവതരിപ്പിക്കും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗിനായി ഇത് പ്രയോജനപ്പെടുത്താനുള്ള മാർഗമായി കാണുന്നുമുണ്ട് BJP. മാത്രമല്ല കർഷകരെയും വിവിധ ഘടകങ്ങളെയും തൃപ്തിപ്പെടുത്താനും ശ്രമിക്കുകയും ചെയ്യും. ഫെബ്രുവരി ആദ്യവാരം 4 മാസത്തെ ചെലവ് ബജറ്റിന് അംഗീകാരം ലഭിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാമെന്നതാണ് സൂചനകൾ. രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂരിൽ നിന്നും മുംബൈയിലേക്കുള്ള ഭാരത് ന്യായ യാത്രയ്ക്ക് എത്രമാത്രം പ്രതികരണം ലഭിക്കുമെന്നത് BJP നോക്കിക്കാണുകയാണ്. യാത്രയ്ക്ക് തുടക്കം മുതൽ തന്നെ അപ്രതീക്ഷിത പ്രതികരണം ലഭിച്ചാൽ അത് BJPക്കുള്ള ഒരു മുന്നറിയിപ്പാകും. മാർച്ച് മാസം വരെയുള്ള യാത്ര അതിനു മുമ്പേ തടയാനുള്ള ശ്രമങ്ങളും BJP നടത്തിയേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ യാത്രാ പരിപാടിക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനത്തിൽ ഇപ്പോഴും ധാരണയായിട്ടില്ല. ഇന്ത്യ സഖ്യം ശക്തമാകുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സീറ്റ് വിഭജനത്തിൽ തിരക്കിട്ട് ധാരണയിലെത്താനാകില്ല എന്നും BJP കരുതുന്നുണ്ട്. രാമക്ഷേത്രം സൃഷ്ടിക്കുന്ന തരംഗം കണക്കിലെടുത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിക്കാനാണ് BJPയുടെ ശ്രമവും. ഇതുപ്രകാരം ഫെബ്രുവരി മാസത്തിൽ തന്നെ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ.